എള്ളുണ്ട കഴിച്ചിട്ട് കുറേ നാളായി. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കഴിച്ചിട്ടുള്ളത്. അപ്പം കഴിക്കാനൊരാഗ്രഹം തോന്നിയിട്ട് കടയിൽ പോയപ്പോഴത്തേക്കും എള്ളും ശർക്കരയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ കറൻ്റ്ലി പാരീസിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്കിത് കിട്ടും. അവിടെ പോയി പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് ആവും. എന്നാലും വാങ്ങിച്ചു. അത് എള്ള് നന്നായിട്ട് കഴുകി ഒന്ന് വറുത്തെടുത്തു. ഒന്ന് പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നവരെ അതൊന്ന് ചൂടാക്കി എടുത്തു. എന്നിട്ട് ശർക്കര പാനിയാക്കണം. കുറച്ച് എത്രയാണോ ശർക്കര എടുക്കുന്നത് അതിൻ്റെ ഒരു 1/4 ഗ്ലാസ്. ഇപ്പോൾ 1 ഗ്ലാസ് ശർക്കര ഉണ്ടെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര നന്നായിട്ട് പാനിയാക്കി എടുത്തു. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് റെസിപ്പി നോക്കിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ശർക്കര പൊടിക്കാനായിട്ട് ഇവിടെ പ്രത്യേകിച്ചിട്ടൊന്നും കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ ഇട്ടു. ഇത് ശർക്കര ഇത്തിരി കൂടുതലായിരുന്നു. ഞാൻ എള്ളെടുത്തത് 1 ഗ്ലാസ്സാണ്. 1 ഗ്ലാസ് തന്നെ ശർക്കര എടുത്തു. പക്ഷെ അത്രയും ഇത് കട്ടയായതുകൊണ്ടായിരിക്കും അത്രയും ആവശ്യമില്ലായിരുന്നു. ഭയങ്കര മധുരം ഉണ്ടായിരുന്നു. അതിന് കുറച്ച് കപ്പലണ്ടി അതിനകത്തിട്ട് അത് ഞാൻ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് അത് നല്ല ലൂസായി. അപ്പം അത് ഉണ്ട പിടിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പം അമ്മ പറഞ്ഞത് കുറച്ച് നേരം വെച്ചാൽ മതി, അത് കട്ടിയാവുമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് നേരം അതിന് മുന്നേ ഞാൻ കുറച്ച് കൂടെ എള്ള് ഞാൻ ചൂടാക്കി ഇട്ട് നോക്കിയത് തികയുമോ എന്നറിയാം. പക്ഷെ എന്നിട്ടും പറ്റുന്നില്ലായിരുന്നു. പിന്നെ അത് ലൂസായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ സെറ്റായി കേട്ടോ. അത് ഉണ്ട പിടിക്കാൻ പറ്റുന്ന പാകത്തിനായിരുന്നു. പിന്നെ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് ഉണ്ട പിടിച്ചെടുത്തു. ഇപ്പം ഏകദേശം എള്ളുണ്ടയുടെയൊക്കെ ഒരു ഷേപ്പിലായിട്ടുണ്ട്. പക്ഷെ മധുരം കുറച്ച് കൂടുതലായിരുന്നു. ഞാനിപ്പോൾ മധുരം യൂസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര മധുരമുള്ള പോലെ തോന്നി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.